ഓണസദ്യയിൽ കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണെന്ന്. കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു 2 സാമ്പാർ കായയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വെന്തുടഞ്ഞു പോകുള്ളൂ. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട തൈരാണ്, അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട്. ഈ തേങ്ങയുടെ കൂടെ തൈര് ഒഴിച്ച് അരക്കുന്നതിന് പകരം തൈര് വേറെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ വേവായോ എന്ന് നോക്കാം. ഒരു ടീസ്പൂണ് വെച്ചിങ്ങാണ്ട് അതിൻ്റെ കഷ്ണത്തുമ്മേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. തേങ്ങ ഒഴിച്ച് ഇനി ഒരു തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ലൂസായി തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരിക്കും. കുറുക്ക് കാളന് അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരില്ല പുറത്ത് വെച്ചാലും. സാധാരണ സദ്യയുടെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത്യാവശ്യം നല്ല പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ കുറുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് കണ്ടില്ലേ, നേരത്തെ പോലെയുള്ള ലൂസൊന്നുമില്ല. കുറച്ച് സമയം ഇരുന്നപ്പോൾ ഇതൊന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര തന്നെ കുറുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.